ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാലത്തെ കിളിക്കൂടിൽ നിധി ഫസ്റ്റ് ജോബിന് പോയി വന്നിരിക്കുകയാണ് കേട്ടോ. ഹോളിലാണെങ്കിൽ സുഭാഷ് ചേട്ടനും നികേഷും സുധീഷും ഹരീഷും ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നിധി തൻ്റെ ഓഫീസിലെ വിശേഷങ്ങൾ സുഭാഷ് ചേട്ടനോട് പങ്കുവെക്കുന്നുണ്ട്. നല്ല ഓഫീസാണ് ഏട്ടാ, നല്ല ആൾക്കാരാണ്, എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, ജോലിയും കുഴപ്പമില്ല. അത് കേട്ടപ്പോൾ സുഭാഷിന് സന്തോഷമാവുന്നുണ്ട്, അവനൊരു സമാധാനം ഉണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതായത് തമാശ പോലെ പറയുകയാണ്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ നോക്കിക്കേ, ഈ സുധീഷിന് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ടുള്ള അസൂയ, എനിക്കറിയില്ല എന്താന്ന്, എന്തൊരു അസൂയാണെന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അസൂയോ, എനിക്കെന്തിനാ അസൂയ? അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതെന്താണെന്നല്ലേ എടുത്തി, സുധീഷേട്ടൻ വെറും ഡ്രൈവറല്ലേ, അതുകൊണ്ടാണ് ഇത്ര അസൂയ. അപ്പോൾ സുധീഷ് അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഓ അപ്പോൾ നീ എന്താ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ മെക്കാനിക്കാ, അതൊരു തരത്തിൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടല്ലോ. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഓ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, ഞാൻ അവളോട് ഓഫീസിലെ വിശേഷങ്ങളല്ലേ ചോദിച്ചേ, നിങ്ങളുടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഒന്നും മിണ്ടാതിരിക്കുക, അവൾ പറയട്ടെ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഞാൻ വരുമ്പോൾ ബസ്സിനാണ് വരാറ്. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അല്ല മോളെ, ഇത്രയും ദൂരമൊക്കെ ബസ്സിന് വരുന്ന റിസ്ക് അല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്ത് റിസ്ക് സുഭാഷ് ഏട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. അത് കേട്ട പാതി സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സുഭാഷ് ഏട്ടാ, ഞാൻ എത്ര പറഞ്ഞെന്നറിയോ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാന്ന്. പക്ഷെ അവൾ സമ്മതിക്കുന്നുണ്ടേ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തിനാ സുഭാഷ് ഏട്ടാ അതിൻ്റെ ആവശ്യം, ബസ് കയറി ജംഗ്ഷനിൽ എത്തുന്നവരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുണ്ട്, പിന്നെ നികേഷ് എന്നെ വെയിറ്റ് ചെയ്യാറുണ്ട്, ഞാൻ അവനെ ഒരുമിച്ചാണ് വരാറ്, അല്ലേ നികേഷ്? അപ്പോൾ അവനും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്ക്, എന്തൊരു റിസ്ക്കാണ് ഈ രാവിലെ പോയി വൈകുന്നേരം ഈ ബസ്സിലൊക്കെ വരുന്നത്, തിക്കും തിരക്കും ഒക്കെ അല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും സുധീഷ്, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഇത്രയും കാലം ഞാൻ ഫ്രീഡം ഇല്ലാതെ വളർന്നു, ഇനിയെങ്കിലും എനിക്കൊന്ന് ഫ്രീഡം വേണം, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അത് ശരിയാ മോളെ, സുഭാഷ് ഏട്ടാ എനിക്ക് പിന്നെ ഒരു സ്കൂട്ടി മേടിക്കണം, എന്നാൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോയി വരാമല്ലോ. അത് നല്ലതാ മോളെ, കുറച്ചൊക്കെ ധൈര്യം വേണം സുഭാഷ് ഏട്ടാ, ഇത്രയും കാലം ഞാൻ ധൈര്യമില്ലാതെ വളർന്നു, പക്ഷേ ഇനി അങ്ങനെയല്ല, നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം, അതുപോലെ തന്നെ നമുക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം, വേറെ ആരെയും ആശ്രയിക്കാൻ പാടില്ല എന്നൊക്കെ അവൾ പറയുമ്പോൾ സുഭാഷും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ സുഭാഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ പോയി കുളിച്ചിട്ട് വാ, ഞാനും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. സുധീഷ് ആണെങ്കിൽ നിധിയോട് വീണ്ടും എന്തെങ്കിലുമൊക്കെ മിണ്ടി ഒന്ന് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒന്ന് പറയാൻ വരുമ്പോഴേക്കും പുറത്തുനിന്ന് അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന മണം ഉള്ളിലേക്ക് കയറിയിട്ട് അവൾക്ക് അസ്വസ്ഥതയാവുന്നു കേട്ടോ. അങ്ങനെ അവൾ ആ മണം ശ്വസിച്ചിട്ട് ദേഷ്യത്തോടു കൂടെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ സുധീഷ് ശരിക്കും ചമ്മുന്നുണ്ട്. അത് കണ്ടപ്പോൾ നികേഷ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, കണ്ടല്ലേ? കണ്ടു, ഏട്ടൻ ശരിക്കും ചമ്മുന്ന കണ്ടു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവൻ എളിച്ചവിടെ ഇരിക്കുകയാണ്. നിധിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഭാസ്കരൻ സിഗരറ്റ് വലിക്കുകയാണ്. അവളെ കണ്ടത് ഭാസ്കരൻ പെട്ടെന്ന് തന്നെ സിഗരറ്റ് താഴ്ത്തുന്നുണ്ട് കേട്ടോ. അവളെ കണ്ടപ്പോൾ ഭാസ്കരൻ ശരിക്കൊന്ന് പേടിച്ചിട്ടുണ്ട്. കാരണം നിധി അങ്ങനെയാണല്ലോ അവരെയൊക്കെ നിലനിർത്തുന്നത്. കാരണം അവൾ ഒരുപാട് തവണ ഭാസ്കരന് വാണിംഗ് കൊടുത്ത കാര്യമാണ് സിഗരറ്റ് വീടിനുള്ളിൽ നിന്ന് വലിക്കരുതെന്നുള്ളത്. അങ്ങനെ അവൾ ദേഷ്യത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, എന്തൊരു നാറ്റാണിത്? നാറ്റോ? എവിടെ നാറ്റം? ഇത് വെറും മണം. നാറ്റം എന്താണെന്നറിയോ? അത് പുറത്തുനിന്ന് ഓടയിൽ നിന്നും സെപ്റ്റി ടാങ്കിൽ നിന്നൊക്കെ വരുന്ന മണമാണ്. അത് കേട്ടപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാനൊരു സാമൂഹിക പ്രവർത്തനമല്ലേ ചെയ്യുന്നത്? അത് കേട്ടപ്പോൾ അവൾ എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഭാസ്കരൻ പറയാണ്, അതായത് ഒരു ന്യായീകരണം പോലെ പറയുന്നുണ്ട്, അതായത് വെറും 10 രൂപ വില വരുന്ന മദ്യം 30 രൂപയ്ക്ക് വാങ്ങുന്ന സർക്കാർ, അത് 300 രൂപയ്ക്ക് വിൽക്കുന്നു, അത് വാങ്ങുന്ന ഞാൻ സാമൂഹിക നിർമ്മാർജ്ജന പ്രക്രിയയുടെ ഭാഗമാവല്ലേ? അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബീഡിയോ? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ബീഡി, ഞാൻ വലിക്കുന്ന ബീഡി കേരളത്തിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ മാതൃകാപരവുമായ സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതാ. ആയിരക്കണക്കിന് ബീഡി തൊഴിലാളികളെ അണ്ണാരക്കണ്ണനും തന്നാലായ മട്ടിൽ ഞാനങ്ങ് സഹായിക്കുന്നു. അതിനിപ്പോൾ എന്താ മോളെ? അത് കേട്ടപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. ബട്ട് അവൾ അതൊക്കെ വിഴുങ്ങി കളഞ്ഞിട്ട് വളരെ പ്രധാനമായിട്ട് അവൾക്ക് അറിയാനുള്ളൊരു കാര്യം അവൾ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തവണ ചോദിച്ചു, വീണ്ടും ചോദിക്കേണ്ട ഒരു സാഹചര്യവും വന്നു, അതുകൊണ്ട് ചോദിക്കുകയാണ്, നികേഷിൻ്റെ അമ്മ എവിടെയുണ്ട്? അത് കേട്ടപ്പോൾ ഭാസ്കറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ ദേഷ്യപ്പെട്ടിട്ട് അവളോട് പറയുന്നുണ്ട്, എന്തിനാ നീ എപ്പോഴും അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, പതുക്കെ, അകത്ത് എല്ലാവരും കേൾക്കും, അവരെയൊന്നും അറിയിക്കേണ്ട. അത് കേട്ടപ്പോൾ ഭാസ്കർ അവളെ കളിയാക്കി കൊണ്ട് മെല്ലെ പറയുന്നുണ്ട്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അവളൊരു ചോദ്യം. അത് കേട്ടപ്പോൾ അവൾ മൈൻഡ് ചെയ്യാതെ വീണ്ടും തൻ്റെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ വിചാരിച്ചു അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോകുന്നു, പക്ഷെ അവളത് വിടുന്ന ലക്ഷണമില്ല. എന്നിട്ട് അവൾ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ, അല്ല നികേഷിൻ്റെ അമ്മ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ? നീ ഇത്രയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒന്നിനും മറുപടി തന്നില്ല, അപ്പോൾ പിന്നെ ഇതിന് ഞാൻ മറുപടി തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് പോയേ മോളെ. ഒടുവിൽ അവൾ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇന്ന് അവരെ കണ്ടു. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പെട്ടെന്ന് ഷോക്കാവാണ്. നീ എങ്ങനെ അവരെ കണ്ടു? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അവരെ കണ്ടു, ഞാൻ അവരെ തന്നെയാണ് കണ്ടത്. നീ വെറുതെ ഓരോന്ന് പറയല്ലേ, നീ എങ്ങനെ അവരെ കാണും, നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് അത് അവർ തന്നെയാണ്, ഞാൻ ഫോട്ടോയിൽ കണ്ട ആ സ്ത്രീയെ തന്നെയാണ് ഞാൻ കണ്ടത്. ഓ പിന്നെ നിങ്ങളൊരു 10-15 വർഷം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, പെട്ടെന്ന് കാണുമ്പോൾ അങ്ങോട്ട് മനസ്സിലാവാൻ.
എന്നിട്ട് അവൾ പുച്ഛിക്കുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ. കാരണം ഭാസ്കരന് ഈ ഒരു കാര്യം വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. എങ്കിലും നിധി വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അവൾ പറയുന്നുണ്ട് ഞാൻ അവരെ തന്നെയാണ് കണ്ടത്. അവൾ ഉറപ്പിച്ച് പറയാണ്. എന്നിട്ട് പറയാണ് എനിക്ക് അവരുടെ പിറകെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയോ അവരെൻ്റെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞുപോയി. അപ്പോൾ ഭാസ്കരൻ പറയാണ് പിന്നെ മിന്നായം പോലെ കണ്ടിട്ടാണോ നീ ഇങ്ങനെ ഉറപ്പിക്കുന്നത്? അത് കേട്ടപ്പോൾ അവൾ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛൻ, ഞാൻ അവരെ തന്നെയാണ് കണ്ടത്. ഭാസ്കരനാണെങ്കിൽ അവളെ കളിയാക്കിയിട്ട് പറയാണ് കേട്ടോ ഞാനേ ഇന്ന് ചായ കുടിക്കാൻ പോയപ്പോൾ ചായക്കടയിൽ നിന്ന് മഞ്ജു വാര്യർ കണ്ടു. നീ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. നിധി വിട്ടുകൊടുക്കുന്ന ഭാവമില്ല കേട്ടോ. അവൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും അവരെവിടെയാണെന്ന് അറിയാം, അങ്ങനെയാണെങ്കിൽ നികേഷിനോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? ഭാസ്കരനാണെങ്കിൽ തല പെരുക്കുന്നുണ്ട് കേട്ടോ ഇവളിങ്ങനെ ടോർച്ചർ ചെയ്തിട്ട്. എന്നിട്ട് ഭാസ്കരൻ തലയിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ മോളെ എപ്പോഴും എന്നോട് ഈ കാര്യം തന്നെ ചോദിക്കുന്നത്? ഇത് സ്കൂളിലെ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത പോലെയാണല്ലോ. നീ എന്തിനാ എന്നെ എപ്പോഴും ഇത് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നത്? അതും പറഞ്ഞ് ഭാസ്കരൻ അകത്തേക്ക് പോവാണ് കേട്ടോ. നിധി ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അവൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഭാസ്കരൻ ഇപ്പോഴെങ്കിലും അവളോട് എല്ലാ സത്യവും തുറന്നു പറയുന്നു. പക്ഷെ അതുണ്ടായില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നിരാശ അവളുടെ ഫേസിൽ നിഴലിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട്. സുഭാഷ് ചേട്ടനാണെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിധി സുഭാഷ് ചേട്ടനെ സഹായിക്കാനായിട്ട് ഉള്ളി അരിയുന്നുണ്ട്. അവളുടെ കണ്ണൊക്കെ എരിയുന്നുണ്ട്. കണ്ണ് തുടച്ചുകൊണ്ടാണ് കേട്ടോ ഉള്ളി അരിയുന്നത്. അപ്പോഴേക്ക് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ മോളെ നീ അതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട് സാരല്ല സുഭാഷ് ചേട്ടൻ കഴിഞ്ഞു, എന്നാലും നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതവിടെ വെച്ചേ ഓഫീസ് പോകാൻ റെഡി ആയിട്ടാണോ ഈ കിച്ചണിൽ വന്നിട്ട് ഈ അഴുക്കും പൊടിയൊക്കെ മേലാക്കുന്നത്? ഇല്ല സുഭാഷ് ചേട്ടൻ കഴിഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കിച്ചണിൽ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ നികേഷിനുള്ള ടിഫിനൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ഭാസ്കരൻ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. വെള്ളം കുടിക്കാൻ വന്നതാണ്, പക്ഷെ നിധിനെ അവിടെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഭാസ്കരൻ ഒന്ന് പരങ്ങുന്നുണ്ട് കേട്ടോ. നിധി ആണെങ്കിൽ ഭാസ്കരൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവൾക്ക് എന്തോ സംശയം കുടുങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ സത്യങ്ങൾ അച്ഛൻ മറച്ചു പിടിക്കുന്നുണ്ട് എന്നവൾക്ക് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. കാരണം അതാണല്ലോ സംഭവിക്കുന്നത്. അങ്ങനെ അവൾ ഭാസ്കരനെ അടിമുടി നോക്കുക. ഭാസ്കരനാണെങ്കിൽ ഇവൾ നോക്കുമ്പോൾ ഇനി ഇവൾ ഈ ചോദ്യം ആവർത്തിക്കും എന്നുള്ളൊരു ടെൻഷനാണ്. കാരണം ഒരാളൊരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സത്യങ്ങൾ തുറന്ന് പറയുമല്ലോ. ആ ഒരു പേടി ഭാസ്കരനുണ്ട്. എപ്പോഴെങ്കിലും ഇവളോട് പറയേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം താളം തെറ്റില്ല എന്നൊക്കെയാണ് കേട്ടോ ഭാസ്കരൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഭാസ്കരൻ അവിടെ എത്തുമ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇവളിവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെയാണ് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. എന്തായാലും കുറച്ച് വെള്ളം കുടിച്ചേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഭാസ്കരൻ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ആ കുടിക്കുന്ന സമയത്തും ഭാസ്കരൻ ആലോചിക്കുന്നുണ്ട് ഇവളെ നിന്നോട് തന്നെ ചോദിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ചിന്തുന്നുണ്ട്. അപ്പം സുഭാഷ് പറയുന്നുണ്ട് എന്താ അത് ശ്രദ്ധിച്ച് കുടിക്കുക, എടാ വെള്ളം വായിൽ വെച്ചപ്പോൾ ചിന്തിപ്പോയതാന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ അവിടെ നിന്ന് തിരിഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോഴും നിധി ഭാസ്കരനൊരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് കേട്ടോ. അടിമുടി അവൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും കളലക്ഷണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഭാസ്കരനാണെങ്കിൽ പേടിച്ചാട്ടോ അവിടെ നിന്ന് പോരുന്നത്. അവളെങ്ങാനും പിന്നാലെ വന്ന് വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം. ഭാസ്കരൻ പോകുമ്പോൾ പിറകെ നിധിയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണാൻ കേട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവളെന്തിനാ എൻ്റെ പിറകെ വരുന്നത്? എന്തായാലും രക്ഷപ്പെടാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ഭാസ്കരൻ പെട്ടെന്ന് അവളൊന്ന് നോക്കിയിട്ട് പോകുമ്പോൾ നിധി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അച്ഛൻ എന്തോ ഒളിക്കുന്നുണ്ട്, അതുറപ്പാ എന്ന് അവളും ചിന്തിക്കുകയാണ്. എന്തായാലും വൈകാതെ ഭാസ്കരൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ നിധി പൊക്കിയെടുക്കും. നമുക്ക് നോക്കാം ഭാസ്കരൻ എല്ലാം അവളോട് തുറന്നു പറയോ ഇല്ലയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്